ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. LDC 2024 ആലപ്പുഴ ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നലെ മുതൽ പ്രൊഫൈൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 15 മാർക്കിന്റെ ഡിഫറൻസ് ആണ് ഇപ്രാവശ്യം പ്രൊഫൈൽ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ മാർക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഈ പറയുന്ന ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.67 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 704 പേരായിരുന്നു. നിലവിൽ 20/12/2024 553 പേർക്ക് അഡ്വൈസ് പോയിട്ടുമുണ്ട്. ഓക്കെ, ഇനി ഇപ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ വന്നിരിക്കുന്നത് 63 മാർക്ക് വന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് മെസ്സേജ് ഇന്നലെ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെയും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും മെസ്സേജ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം എന്താണ് നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചോദിച്ചതിന്റെ പേരിലാണ് ഈ 63 മാർക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രൊഫൈൽ മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികൾ ഒരു 90% അടുത്ത് അവരെന്താണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇനി ഓരോ ജില്ലകളുടെയും നമ്മൾ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ 48.67 മാർക്കിൽ നിന്നും 15 മാർക്കിന്റെ ഡിഫറൻസ് വന്ന ഇപ്രാവശ്യം ഈ പറയുന്ന നമ്മുടെ പ്രൊഫൈൽ മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാകേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഏകദേശം 7 ദിവസമാണ് സമയം വരുന്നത് ഈ പറയുന്ന പ്രൊഫൈൽ മെസ്സേജ് വന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ EWS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന അപ്ലോഡൊക്കെ കംപ്ലീറ്റ് ആക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഒരു അക്ഷയ സെന്ററിലൊക്കെ പോയി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പോയി കഴിഞ്ഞ് നിങ്ങളിത് ചെയ്തതിന് ശേഷം കൃത്യമായി നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് തന്നെ വേണം പ്രൊഫൈലിൽ നിന്നും ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കി പോവുക. നമ്മൾ നിലവിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ 8 ജില്ലകളിലാണ് നിലവിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നത്. പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂര്, കണ്ണൂര്, കാസർഗോഡ്, കൊല്ലം, പാലക്കാട്, അവസാനം ആലപ്പുഴ. അങ്ങനെ 8 ജില്ലകളിൽ നിലവിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് ഇനി ഒരു 6 ജില്ലകൾ കൂടി നിലവിൽ എന്ത് ചെയ്താണ്ട് പ്രൊഫൈൽ മെസ്സേജ് വരാനായിട്ടുണ്ട്. അപ്പോൾ PSC പറഞ്ഞത് സ്ഥിതിക്ക് ഏകദേശം മാർച്ച് അവസാനത്തിനുള്ളിൽ എല്ലാ ജില്ലകളുടെയും പ്രൊഫൈൽ മെസ്സേജുകളും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡും കംപ്ലീറ്റ് ആവും. അതേപോലെ തന്നെ ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓരോ സർട്ടിഫിക്കറ്റിന്റെയും വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് എന്തായാലും 1/8 അതായത് ഓഗസ്റ്റ് 2025 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്ന് തന്നെയാണ് PSC പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇനി ഒത്തിരി സമയമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്ന ജോലിയിലേക്ക് കയറി പറ്റാനായിട്ട് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ വരുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലെ ക്ലാസ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ പ്രിലിംസ് പാസ്സാവാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെയാണ് നമ്മുടെ. അപ്പോൾ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാലുടൻ നിങ്ങൾക്ക് PDF നോട്ട് ഉണ്ടാവും. അപ്പോൾ ആ PDF നോട്ട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്യുക. വൈകുന്നേരം കൃത്യം 9 മണിക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പോളും ഉണ്ടാവും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ച ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഈ പറയുന്ന നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 10 പൈസ നിങ്ങൾക്ക് മുടക്കണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, പഠിക്കാം, അതേപോലെ തന്നെ റിവിഷൻ ചെയ്യാം, അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിന്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം. അവിടെയായിരിക്കും നമ്മൾക്ക് ഈ വരുന്ന ക്ലാസ്സുകളുടെ എല്ലാം PDF നോട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്ന ആളുകൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഉറപ്പായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനായിട്ട് നിങ്ങൾക്ക് പറ്റി. അതേപോലെ തന്നെ നിങ്ങൾ എടുത്ത ഡെഡിക്കേഷനും നിങ്ങളുടെ കഷ്ടപ്പാടുമാണ് അതിലേക്ക് എത്തിയത്. പക്ഷേ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ മെസ്സേജ് ഒന്നും വരാത്തവർ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്നുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. ഇതിലും നല്ല പോസ്റ്റുകൾ ഇനിയും PSC വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത്
പഠിച്ച് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ എന്താണ് പ്രൊഫൈൽ മെസ്സേജും അതേപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡും അവസാനം ജോലിയും എല്ലാം നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. അപ്പോൾ 63 മാർക്ക് വന്നവർക്ക് വരെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെ കുറെ കമന്റ്സ് ഒക്കെ കാണാം, സാറേ എനിക്ക് 60 മാർക്ക് ഉണ്ട്, അതിന് 58 മാർക്ക് ഉണ്ട്, എനിക്ക് കിട്ടുമോ? അപ്പോൾ ഈ പറയുന്ന 63 മാർക്ക് എന്ന് പറയുന്നത് നിലവിൽ എന്താണ് ജനറൽ കാറ്റഗറിക്കാണ് 63 മാർക്ക്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന OBCയും അതേപോലെ തന്നെ എന്താണ് SC ST അങ്ങനെയുള്ള എന്താണ് റിസർവേഷൻ കാറ്റഗറികളുടെ ഒക്കെ നിലവിൽ എന്താണ് ചിലപ്പോൾ അതിലും ഒരു 3 മാർക്കോ 2 മാർക്കോ ഒക്കെ താന്നായിരിക്കാം കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ കട്ട് ഓഫ് നമ്മൾ മറികടന്നു എന്ന് പറയുന്നതിലും കാര്യമില്ല. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി നേടണമെങ്കിൽ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് തന്നെ വരേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് എത്രയാണെന്നുള്ളത് അവസാനം എന്താണ് PSC കട്ട് ഓഫ് ഇട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു റേഞ്ച് എന്നുള്ളത്. എന്തായാലും ഒരു 70 മാർക്കൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ധൈര്യമായിട്ട് പഠനം നിർത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് അടുത്തൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾക്കൊക്കെ വേണമെങ്കിൽ അവസാനിപ്പിച്ച് അത്യാവശ്യം ഇനി പഠനം മാത്രമാക്കി അല്ലെങ്കിൽ പഠനം നിർത്തി വയ്ക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുള്ളവർ ഒരു 70 മാർക്ക് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോയുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ചിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫ്രീ ആയിട്ടാണ് ക്ലാസ്സുകൾ, ഒരു കോംപ്രമൈസും ഇല്ല, ഫ്രീ ആണെന്ന് വിചാരിച്ചുകൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തു പോകുന്നുണ്ട്. ക്ലാസ്സുകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡേ 1 മുതൽ ഡേ 35 വരെയാണ് ഇപ്പം നിലവിൽ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ക്ലാസ്സുകൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. നെക്സ്റ്റ് റിവിഷന്റെ സമയത്ത് ഇതെല്ലാം വീണ്ടും നമ്മൾ ഒന്നും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 35 ക്ലാസ്സുകളായി എന്ന് വിചാരിച്ചുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. നമുക്ക് എന്താണ് അത് സെറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമാണ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇനിയുള്ള ദിവസങ്ങളിലുള്ള 6 ജില്ലകളിലും മെസ്സേജ് വരുമ്പോൾ നിങ്ങളും അതിൽ ഉൾപ്പെടട്ടെ എന്നും സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, താങ്ക് യു.